ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. രഘുവേട്ടന്റെ പെരുമാറ്റം കണ്ടിട്ടേ കൈവിട്ടു പോകുന്ന എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട്. അതൊന്നും അല്ലടൂ. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങണം. എന്ന് പറഞ്ഞാല് വല്ല ബീച്ചിലോ പാർക്കിലോ വേണമെങ്കിൽ ഒരു സിനിമയ്ക്കോ ഒക്കെ പോവാം. എന്നിട്ടേ ഒരു 1-2 മാസമൊക്കെ കഴിയുമ്പോ വേണമെങ്കിൽ ഒരു ട്രിപ്പൊക്കെ പോവാം. എന്നിട്ട് അവിടെ താമസിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ ഇങ്ങ് തിരിച്ചു വന്നാ മതി. എന്താ, തനിക്ക് താല്പര്യമില്ലേ? എനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നതല്ല, രഘുവേട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ, അത് കാണുമ്പോ തന്നെ സന്തോഷം. എടോ, ഹരി തുടങ്ങി വച്ചിരിക്കുന്നേ വലിയൊരു സംഭവ. അവനെ സംബന്ധിച്ചിടത്തോളം അതിനെത്ര ഉയരമുണ്ടോ അതവൻ കീഴടക്കിയിരിക്കും. നമ്മൾ അവന്റെ കൂടെ നിന്നു കൊടുത്താൽ മാത്രം മതി. കൂട്ടത്തില് നമുക്ക് നഷ്ടപ്പെട്ട കുറെ വർഷങ്ങളുണ്ട്. നമുക്കതൊന്ന് തിരിച്ചു പിടിക്കണം സുജാതെ. ഈ വയസ്സാങ്കാലത്ത് ക്ഷേത്രങ്ങളും പുരാണങ്ങളും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് മാത്രം നടന്നാ പോരാ. വയസ്സായിട്ടില്ലെന്നങ്ങ് വിചാരിക്കുക. ഓരോരുത്തരുടെ ശീലങ്ങളൊക്കെ മോള് ചോദിച്ചു പഠിക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ചു കാലം വിശ്രമിക്കാൻ പോവാണേ. ഇതിനു വേണ്ടി കാത്തിരുന്നവര് തോന്നുമല്ലോ തന്റെ കാര്യം. അവൻ എഴുന്നിട്ടില്ലേ മോളെ? ഞാൻ ഇവിടെ ഉണ്ടച്ചാ. ഞാൻ വിപിന് ചായ എടുക്കാം. അച്ഛാ, ചിലപ്പോ മോൾ ഇന്ന് വരും. അതെങ്ങനെ? അതിനുവേണ്ട നിയമപരമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് പിന്നെ മോളെ തടഞ്ഞു നിർത്താൻ കാരണങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ ഹരിയെയോ വീണയുടെ അച്ഛനെയോ പൂർണ്ണമായി ഞാൻ കുറ്റം പറയില്ല. മനുഷ്യരെ തമ്മിൽ ഇണക്കിച്ചേർക്കുന്നത് ജന്മമൊന്നുമല്ല, സാഹചര്യങ്ങളാ. പക്ഷേ കുഞ്ഞ് നമ്മുടേതാണെന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട് താനും. സത്യം പറഞ്ഞ ഹരിയോടും വീണയുടെ അച്ഛനോടും നേരിട്ടൊന്ന് സംസാരിച്ചാൽ എന്താണ് ഞാൻ ആലോചിച്ചത്. പിന്നെ അവര് നിങ്ങളോടുള്ള ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞാലോന്ന് വെച്ച് ഞാനത് വേണ്ടെന്ന് വെച്ചു. ആർക്കും ഒരു വേദനയും തട്ടാതെ ഇതൊക്കെ പരിഹരിക്കണമെന്നായിരുന്നു എന്റെ ഒരു താല്പര്യം. എന്റെയും താല്പര്യം അതായിരുന്നു അച്ഛാ. ഞാനും അതായിരുന്നു ചിന്തിച്ചത്. അച്ഛനും ഹരിയേട്ടനും ഒക്കെ മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അച്ഛ, എനിക്കും അവളെ അതുപോലെ സ്നേഹിക്കണ്ടേ? അതിനിപ്പോ എന്തു വഴിയാ നിങ്ങൾ കണ്ടിട്ടുള്ളത്? പോലീസുകാർ തന്നെ. അഡ്വക്കേറ്റ് നന്ദിത പോലീസിനെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അവർ പോവുമെന്ന് ഇപ്പൊ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. ഒരുപക്ഷെ ഇപ്പൊ അവരോട് എത്തിയിട്ടുണ്ടാവും. അല്ല, പിന്നെ ഇപ്പൊ എന്തുവാ പ്രശ്നം? ഇപ്പൊ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ഞാനല്ല, SP സാറാ. SP സാറിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. അല്ല സാറേ, ഉദ്യോഗസ്ഥന്റെ വലിപ്പം മാറിയതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനമൊന്നും മാറുന്നില്ലല്ലോ സാറേ. മിസ്റ്റർ രാമകൃഷ്ണൻ, ഇപ്പൊ ഈ കുട്ടിക്ക് വേണ്ടി ഒരു ഡിമാൻഡ് ഉന്നയിച്ചിരിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒന്നിച്ചാണ്. അവരുടെ ജീവിതത്തിൽ അവരുടെ കുഞ്ഞിനെ അവർക്ക് വേണമെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് അങ്ങനെ തടയാൻ പറ്റും? സോ എനിക്ക് കിട്ടിയ നിർദ്ദേശം എനിക്കനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോവാം.
അപ്പൊ എങ്ങനെയാ ഹരി? കാര്യങ്ങളൊക്കെ ബോധ്യമായി കാണുമല്ലോ. കൊച്ചിന്റെ ഡ്രസ്സോ മറ്റോ എടുത്തു വിടാനുണ്ടെങ്കിൽ എടുത്തോളൂ. സർ, ഇങ്ങനെ പെട്ടെന്ന് വന്ന് ഒരു കുഞ്ഞിനെ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് ഒട്ടും മനസാക്ഷിയില്ലേ? പല സമയത്തും മനസാക്ഷിയും നിയമവും തമ്മിൽ ഒത്തുചേരാറില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, എന്റെ കുഞ്ഞിനെ ദേഹത്ത് നോക്കണ്ടല്ലോ. അമ്മാവാ, നീ മിണ്ടരുത്. നിങ്ങൾ നിയമം പറയാനല്ലേ വന്നേ? എനിക്കറിയാവുന്ന നിയമം ഇതാ. എന്റെ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ കൈയാണെങ്കിലും ഞാൻ വെട്ടിയിരിക്കും. അമ്മാവാ, നീ മിണ്ടാറിയടാ. എന്ത് പറഞ്ഞാലും നിയമം നിയമം. സാധാരണക്കാര് വേദനിക്കുമ്പോഴേ ഒന്നും ചെയ്യാത്ത നിയമത്തെ കുറിച്ച് എനിക്കൊന്നും കേൾക്കേണ്ടതാ പറഞ്ഞു. എന്റെ കൊച്ചു ഇവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലായ? മിസ്റ്റർ രാമകൃഷ്ണൻ, നിങ്ങൾ അതിക്രമമൊന്നും കാണിക്കരുത്. നിങ്ങൾ ആ വെട്ടത്തി താഴെയിട്. ഇല്ല, താഴെടാനാ പറഞ്ഞത്. ഇല്ലെന്നാ പറഞ്ഞേ. വിടാനല്ലേ പറഞ്ഞത്? കൈ എടുക്ക് സാറേ. അമ്മ വിടേ. ഞാനിപ്പോ വരാം സാറേ. മോളെ